ഹായ്, നമസ്കാരം. ഇന്ന് എനിക്കും എൻ്റെ അനിയനും ഒന്ന് പാലക്കാട് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആവശ്യം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ തോന്നി ഒന്ന് പാലക്കാടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയിട്ട് ഒന്ന് കറങ്ങി വന്നാലോ എന്ന്. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നത് കാവ പറഞ്ഞൊരു ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, നമ്മുടെ മലമ്പുഴ ആ റൂട്ട് തന്നെയാണ്. അപ്പോൾ വിചാരിച്ചു ഓക്കെ അവിടേക്ക് പോയാലോ എന്ന്. അപ്പോൾ ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു. പിന്നെ പോകുന്ന വഴി നല്ല മഴ ഉണ്ടായിരുന്നു. വർഷക്കാലമാണ്, അതുകൊണ്ട് തന്നെ മഴയുണ്ടാകും. പിന്നെ ഈ പോണ വഴി തന്നെ ഈ സ്റ്റോപ്പിൻ്റെ പേര് ഇതിന് മന്തക്കാട്. കാരണം ഒരുപാട് ഞാൻ ITI പഠിക്കുന്ന ടൈമിൽ ഇവിടുന്ന് കുറേ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇവിടെ മന്തക്കാട് ഒരു ഹോട്ടലുണ്ട്, അടിപൊളി ഹോട്ടലാണ്. ഞാൻ പഠിച്ച ITI തന്നെ ഇതാ ഇവിടുന്ന് ഇപ്പോൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലുണ്ട്, മലമ്പുഴ ITI എന്ന് പറയും. ഞാൻ മലപ്പുറംകാരനാണെങ്കിലും എൻ്റെ അമ്മയുടെ വീട് പാലക്കാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചെറിയ അറ്റാച്ച്മെൻ്റ് ഉണ്ട് പാലക്കാടിനായിട്ട്. ഇത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ളതാണ് മലമ്പുഴ ITI. ഇതേ സൈഡിൽ തന്നെയാണ് വനിതാ ITI. കാരണം മലമ്പുഴ ഇതിൽ മിക്സഡാണ്, മറ്റൊരു വനിതാ ITI ഉണ്ട്, രണ്ടും ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഈ ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പാലക്കാടിനെ കുറിച്ച് പറയാൻ തന്നെ ഈ റൂട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഫുൾ പ്രകൃതി ഭംഗി, പച്ചപ്പ്, അത് എവിടെയും കിട്ടില്ല. അത് അവിടെ പോയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ ക്യാമറയിലൂടെ കാണുമ്പോഴും അതിൻ്റെ ഒരു ഭംഗി ഒരിക്കലും ഇല്ല, മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ കാണുന്ന മലകളായാലും എന്തായാലും എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗിയാണ്. യിരിക്കും. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സാക്ഷാൽ മലമ്പുഴ ഡാമിലേക്കുള്ള ആ റൂട്ടിലാണ്, അതായത് മലമ്പുഴ. അതും ഒരു ഏറ്റവും അതിഗംഭീരമായ ടൂറിസ്റ്റ് സ്പോട്ടാണ്. പക്ഷെ ഞങ്ങൾ അവിടേക്ക് പോകുന്നില്ല, കാരണം 3-4 തവണ ഞങ്ങൾ പോയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയില്ല. പിന്നെ ഈ മഴയാണല്ലോ, അവിടെ കുറേ നടന്ന് കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയില്ല. അപ്പോൾ മലമ്പുഴ ഡാം ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മെയിൻ എൻട്രി നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. അതാണ് നമ്മുടെ മലമ്പുഴ ഡാം. അപ്പോൾ വീണ്ടും ഞങ്ങൾ നേരെ കവയിലേക്ക് നേരെ പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴി തന്നെ ഇതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ നമ്മുടെ വനം വകുപ്പിൻ്റെ സ്നേക്ക് റെസ്ക്യൂവിൻ്റെ ടീമിൻ്റെ കുറച്ച് പലതരം പാമ്പുകളൊക്കെ ഉണ്ടാവില്ല. പക്ഷേ അത് തിങ്കളാഴ്ച അവധിയാട്ടോ, നമ്മുടെ ആഴ്ചയിൽ തിങ്കളാഴ്ച അവധിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നതും ഒരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല. അവിടെ എഴുതിയിട്ടുമുണ്ട് തിങ്കളാഴ്ച അവധി എന്ന് പറഞ്ഞിട്ട്. നമ്മൾ പോകുന്നത് സത്യം പറഞ്ഞാൽ ഈ മഴ പെയ്തിട്ട് തോരണം, ആ ഇലകളൊക്കെ മൊത്തം വൃത്തിയായിട്ട്. സൂപ്പറായി കഴിവും ചെയ്തില്ല. ചളി ഇപ്പൊ അടുത്ത ചളി കഴിഞ്ഞു. അരുവിയൊക്കെ പൊളി. ഇത് കൂടെ നടക്കാൻ തോന്നുന്നുണ്ടോ നമുക്ക്? റബ്ബർ തോട്ട ആളുകളുടെ മഴ പെയ്തിട്ട് മനസ്സിലാവുന്നില്ല. അത്ര പൈസ ഉണ്ടോ? അങ്ങനെ നമ്മൾ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ലാസ്റ്റ് കവേരിക്ക് എത്തി. വണ്ടി നമ്മളിവിടെ പാർക്ക് ചെയ്യണം.
യോഞ്ചോ പൊന്നു തെളിനീര് വെള്ളം. എന്തൊരു ഓപ്പ അത് ഇവിടെ ഇതൊരു പൊളി സ്ഥലല്ലേ. പാമ്പടാ അതിന് മുകളില്. വെള്ളച്ചാട്ടം ഉണ്ട് നീ അവിടെ മുകളില്. ആ പിന്നെ തൊട്ട് ബാക്കുണ്ടോ ആരാണ് കവിതാക്കള? അവരിപ്പോ എടുത്തു കഴിഞ്ഞാൽ രസമായിരിക്കും. അവര് ഞെട്ടിപ്പോയിട്ടുണ്ടാവും. എന്തൊരു അടുത്ത് നോക്കിട്ടോ ചാടോട്ട് അല്ല എടാ നല്ല മഴ ഉണ്ടാവില്ല പുറത്ത്. ചേട്ടനാണ് ഈ കവയിൽ പലതരം മൂവീസ് ഷൂട്ട് ചെയ്തൊരു സ്ഥലമാണ്. പക്ഷേ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ ക്യാമറയിൽ ക്ലിയറായി കാണുന്നോ അറിയില്ല, ഒരു 3 പനയൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ രീതിയിലായിരിക്കും കവ കാണാൻ. പരമാവധി ഈ ഒരു വേനൽക്കാലത്ത് ഒന്നും കൂടി രസമായിരിക്കും കവ. ആ നേരെ കാണുന്ന 3-4 പന നിങ്ങൾ കണ്ടില്ല, അതുവരേക്കും വെള്ളം കുറഞ്ഞ് ഫുൾ പച്ചപ്പായിരിക്കും. പിന്നെ കവയിലേക്ക് പോകുന്ന ആരും മിസ് ചെയ്യാത്തൊരു അടിപൊളി സ്ഥലം കൂടിയുണ്ട്. നമ്മൾ കവയിലേക്ക് പോകുന്ന വഴി തന്നെയാണ്, നിങ്ങൾ വരുമ്പോഴാണ് അവിടെ കയറിയത്. ഒരു മലയുടെ മുകളിൽ അയ്യപ്പ ക്ഷേത്രമാണ്, അടിപൊളിയാണ്. ഇതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും നിങ്ങൾക്ക്. ഈ നേരെ കാണുന്ന ഈ സംഭവമാണ് അവിടുത്തെ അയ്യപ്പ ക്ഷേത്രം. ഒരു ചെറിയ അയ്യപ്പ ക്ഷേത്രമാണ്, പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഒരു പെട്ടെന്നൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. മലയും കാടും അതിൻ്റെയൊക്കെ ഇടയിലല്ലേ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു.
അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഇവിടെ. ഞങ്ങളുടെ ഈ ചെറിയൊരു യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലും ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ചെറിയ ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് വയ്ക്കുക. കുറേ കഴിഞ്ഞ് നമുക്കിത് കാണുമ്പോൾ പ്രത്യേക ഒരു സുഖമായിരിക്കും. കാരണം നമ്മൾ എന്തൊക്കെ സംസാരിക്കുന്നു ഇതൊക്കെ നമുക്ക് വീണ്ടും നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ ബൈ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.